നമസ്കാരം സുഹൃത്തുക്കളെ, 142 മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ മാത്യു. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കാസർഗോഡിൻ്റെ പൈതൃകവും പ്രകൃതിയും ഒത്തുചേരുന്ന 22 ഏക്കർ ഒരു മനോഹരമായ പ്രോപ്പർട്ടിയെ പറ്റിയാണ്. കാലം മായ്ക്കാത്ത അടയാളങ്ങളുമായി നിൽക്കുന്ന ഒരു തറവാട്, പച്ചപ്പിൻ്റെ പുതപ്പണിഞ്ഞ മണ്ണ്. കാസർഗോഡ് ജില്ലയിലെ നീർച്ചാൽ എന്ന മനോഹര ഗ്രാമത്തിൽ ചരിത്രവും സമൃദ്ധിയും കൈകോർക്കുന്ന ഒരു അപൂർവ അവസരത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൊണ്ടുപോകുന്നത്. 110 വർഷം പാരമ്പര്യമുള്ള ഒരു പഴയ വീടും പുരാതന മന, അതുപോലെ തന്നെ ആദായമുള്ള 22 ഏക്കർ ഭൂമിയും. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും 15 കിലോമീറ്റർ മാറി ബദിയടുക്ക പഞ്ചായത്തിൽ കന്യാപ്പാടി ബസ് സ്റ്റോപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 22 ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത്. റബ്ബറും തെങ്ങും കവുങ്ങും കൊക്കോ, കുരുമുളക് എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഏകദേശം 2500ഓളം റബ്ബർ മരങ്ങളും 3500-നടുത്ത് കവുങ്ങ്, അതുപോലെ 450ഓളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയുടെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് നൽകുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു പഴയ മന, അതൊരു ചരിത്രമാണ്. പണ്ടുകാലത്തെ തച്ച് ശാസ്ത്ര വൈദഗ്ധ്യം ഓരോ കോണിലും നമുക്ക് കാണാൻ സാധിക്കും. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ദൃഢമായി നിൽക്കുന്ന ഈ വീട് പൈതൃകം ഇഷ്ടപ്പെടുന്നവർക്കും, അതുപോലെ റിസോർട്ടുകൾ, ഫാം ടൂറിസം എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ്. കാറ്റും വെളിച്ചവും നിറഞ്ഞ അകത്തളങ്ങളും തടിയിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളും ഈ വീടിൻ്റെ പ്രത്യേകതയാണ്. പ്രിയ സുഹൃത്തുക്കളെ, കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിഭൂമികൾ ഇഷ്ടപ്പെടുന്നവർക്കുമായിട്ടുള്ള ഒരു ചാനലാണിത്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ. അതുപോലെ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. റബ്ബറും തെങ്ങും കവുങ്ങും, അതുപോലെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും, പ്ലാവ്, മാവ്, ഇടവിളയായി തഴച്ച് വളരുന്ന കൊക്കോ, നല്ലൊരു വരുമാനം തരുന്ന കൊക്കോയുടെ തന്നെ ഒരു ഏരിയയിൽ തന്നെ കൊക്കോ കൃഷി ചെയ്തിരിക്കുകയാണ്. അതുപോലെ കറുത്ത പൊന്നായ കുരുമുളക്, എല്ലാം വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ പ്രോപ്പർട്ടിയിലെ ജലലഭ്യത, അതുപോലെ യാത്രാ സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിൻ്റെ ഉമ്മറപ്പടി വരെ ടാർ ചെയ്ത റോഡ് എത്തുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ വാഹനങ്ങളും സുഖമായി ഇവിടെ എത്തിച്ചേരും. പ്രധാന ബസ് റോഡിലേക്ക് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ജലലഭ്യത നിങ്ങൾ കാണും. ധാരാളം കുളങ്ങളുണ്ട്, അതുപോലെ കിണറുകൾ ഒക്കെ ഈ സ്ഥലത്തിൻ്റെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. വേനൽക്കാലത്തും പറ്റാത്ത വലിയ കുളങ്ങൾ തന്നെ ഇവിടെയുണ്ട്. കൃഷിക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും ആവശ്യമായ വെള്ളം ഇവിടെ സമൃദ്ധമായി ലഭിക്കുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷണം തന്നെയാണ്. ഇവിടെ നിന്നും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, വിദേശ യാത്രകൾക്കും മറ്റ് സൗകര്യപ്രദമായ മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്
55 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. പ്രധാന ബസ് റോഡിലേക്ക് 1 കിലോമീറ്റർ ദൂരം. പഴമയുടെ പ്രൗഢിയും ശാന്തവുമായ ഒരു ഏരിയയിൽ, അതുപോലെ തന്നെ കയ്യെത്തും ദൂരത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത്. ബദിയടുക്കയാണ് ഏറ്റവും അടുത്ത സ്ഥലം. 3 കിലോമീറ്റർ ദൂരത്തിൽ ബദിയടുക്ക ടൗണിലെത്തും. ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് 18 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, സ്ഥലം കാണാൻ വേണ്ടി വരുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഒരു സമയം പറഞ്ഞ് കൃത്യമായി അറേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ദയവ് ചെയ്ത് വരാൻ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എനിക്ക് ആ സ്ഥലം കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് മിക്കപ്പോഴും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദയവായി ആ കാര്യം ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പാർട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്പറോട് കൂട്ടി നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്നത് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം, താങ്ക് യു.